പറയത്തില്ല. ഇതൊരു ബിസിനസ്സാണ്. അതിന്റെ ഡീൽ ഒരിക്കലും പറയത്തില്ല. 15,000 രൂപ ഇന്നലെ അത് തന്നു. അതുപോലെ തന്നെ ഇതെല്ലാം ബിസിനസ്സാണ്. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ട്രൂത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ട ഒരു സംഭവം. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വരികയുള്ളൂ. അതുകൊണ്ട് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാം. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ എല്ലാവർക്കും പരിചിതമാണ്. ബിഗ് ബോസ് സീസൺ 4 മത്സരാർത്ഥിയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ വധുവാകാൻ പോകുന്ന പെൺകുട്ടിയാണ് ആരതി പൊടി എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പൊ അവരെ കുറിച്ചൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പുള്ളിക്കാരൻ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വിജുരാജ് അഞ്ചൽ എന്ന് പറയുന്ന യൂട്യൂബർ. അദ്ദേഹത്തിന്റെ വോയിസ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ആ കാര്യങ്ങൾ പൈസയ്ക്ക് വിൽക്കാൻ നോക്കുന്നതാണ്. പൈസയ്ക്ക് മറ്റാർക്കോ വിൽക്കാനുള്ള ഡീൽ പറയുന്നതാണ് നമ്മൾ ഈ വോയിസിലൂടെ കേട്ടത്. അപ്പൊ അതിനെ തുടർന്ന് പോലീസ് കേസ് ആവുകയും പോലീസ് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പൊ തിരിച്ചു വിട്ടു എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ ഒരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് കേൾക്കാം. ഇതൊരു ബിസിനസ്സാണ്. അതിന്റെ ഡീൽ ഒരിക്കലും പറയത്തില്ല. 15,000 രൂപ ഇന്നലെ അത് തന്നു. അതുപോലെ തന്നെ ഇതെല്ലാം ബിസിനസ്സാണ്. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ആരുടെ സാധനമാണ് 26,000? ഇതിപ്പോ റോബിനെ പൊട്ടിക്കണോ? പൊടിയുടെ കേസ് പൊട്ടിക്കണോ? നിങ്ങൾ എമൗണ്ട് ഇത് പ്ലേ ചെയ്യി, നമ്മളെ ഇറക്കി അങ്ങോട്ട് വിടും. നാളെ അവന്റെ സാധനം തീരും. അത്രേ ഉള്ളൂ. നേരെ വാ, നേരെ പോകും. നാളെ അവന്റെ ഫെയിം തീരുന്ന രീതിയിലുള്ള സാധനം അങ്ങോട്ട് ഇറക്കി വിടും. അപ്പൊ ഇതാണ് സംഭവം. എന്താന്ന് വെച്ചാല് നമുക്കിപ്പോ ഓരോരുത്തരോട് നമ്മൾ വിശ്വാസത്തോടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും. ആ കാര്യങ്ങളെ ചൂഴ്ന്നെടുത്ത് അല്ലെങ്കിൽ ആ വോയിസ് ഒക്കെ ചൂഴ്ന്നെടുത്തിട്ട് അതിന്റെ കാര്യങ്ങളെ പറ്റി മറ്റുള്ളവർക്ക് വിൽക്കുന്ന സ്വഭാവം അത് വളരെ മോശമായ ഒരു കാര്യമാണ്. പുള്ളിക്കാരൻ ഇപ്പൊ അതാണ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആരതിയെ കുറിച്ചോ റോബിനെ കുറിച്ചോ ഉള്ള കാര്യങ്ങളൊക്കെ മറ്റൊരാൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഇമേജ് അവരുണ്ടാക്കിയെടുത്ത അവരുടെ ഇമേജ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ അയാളുടെ കയ്യിലുണ്ടെന്നും അതിനെ തരണമെങ്കിൽ ഇത്ര രൂപ 25,000 രൂപയ്ക്കൊക്കെ ഒരു വോയിസ് മിനിമം പോട്ടെ 1 മിനിറ്റ് കാണും, അല്ലെങ്കിൽ പോട്ടെ 50 സെക്കൻഡ് കാണും. ഈ ഒരു വോയിസ് ഒരെണ്ണത്തിന് 25,000 വെച്ചാവുമ്പോൾ 4 എണ്ണാകുമ്പോൾ 1,00,000 രൂപ. എന്റെ പൊന്നോ. അപ്പൊ ഒരു സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാവാൻ ചാൻസ് ഉള്ളതാ ഇങ്ങനെയൊക്കെയുള്ള ബിസിനസ് ചെയ്തല്ലേ. ഇങ്ങനെയൊക്കെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയത്തില്ല കേട്ടോ, എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെയൊക്കെ അറിയാൻ നമുക്ക് എവിടെ നിന്നെങ്കിലും കുറെ വോയിസ് ഒക്കെ ഒപ്പിക്കായിരുന്നു. അല്ലാതെ പിന്നെ എന്ത് പറയാനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നവരടുത്ത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ മനുഷ്യ? അറിയാത്തോണ്ട് ചോദിക്കുക. വിജുരാജെ, അറിയാത്തോണ്ട് ചോദിക്കുകയാണ് താങ്കളോട്. എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ നമ്മുടെ ഒരു ഫ്രണ്ട്സിനോട് ഒരു കാര്യം സംസാരിക്കുന്നു. ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ ഫ്രണ്ട്സിനോട് നമുക്കൊരു വിശ്വാസമുണ്ട്. അവര് എത്ര മനുഷ്യനാണ്, മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കുറെ നേരം ഒന്നും പൂഴ്ത്തി വെക്കാൻ പറ്റില്ല. നമുക്കത് ആരോടെങ്കിലും പറയണം. അതാണല്ലോ മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വോയിസിലൂടെ ഷെയർ ചെയ്യുമ്പോൾ അതിനെ പിടിച്ചെടുക്കുക, എന്നിട്ട് അത് കാശിന് വിൽക്കാൻ നോക്കുക, അതൊന്നും അത്ര നല്ല സുഖമായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പൊ അതിനെ തുടർന്ന് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പുള്ളിക്കാരന്റെ ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. അതൊന്ന് നമുക്കൊന്ന് വായിക്കാം. പക്ഷെ അത് കുറച്ചു നേരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പെട്ടെന്ന് അത് അപ്രത്യക്ഷമായി. ഞാൻ ഇന്ന് നോക്കിയപ്പോൾ അത് കണ്ടില്ല. അത് പോയി എന്ന് തോന്നുന്നു. ഡിലീറ്റ് ആയി പോയതായിരിക്കും അല്ലേ, എന്തോ ആവട്ടെ. എന്തായാലും നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. എന്നെ തൂക്കിക്കൊല്ലല്ലേ, അരുതേ അരുതേ ചെങ്ങാതികൾ. അയ്യോ സോറി, ചെങ്ങാതികൾ എന്ന് നമ്മളെ പണ്ടൊരു പഠിച്ച് മരം മുറിക്കുന്ന പാട്ടിന്റെ കാര്യമായി അതല്ല കേട്ടോ. എന്നെ തൂക്കിക്കൊല്ലല്ലേ, അരുതേ അരുതേ. സാധാരണ ഒരു പെറ്റി കേസ്, അതിനാണ് ഇത്ര ആഘോഷം. മദ്യപിച്ച് വണ്ടി ഓടിച്ചാലും ഹെൽമെറ്റ് ഇല്ലാതെ പിടിച്ചാലും പെറ്റി കേസ് ആണ്. അത് ശരി തന്നെ, അതൊക്കെ പെറ്റി കേസ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കാമല്ലോ. ചെറിയ പെറ്റി കേസല്ലേ, പെറ്റി കേസല്ലേ. ഓക്കെ, ഇരിക്കട്ടെ. അല്ലാതെ അറസ്റ്റ് തൂക്കിക്കൊല്ലാൻ പോകുന്നു എന്നൊന്നും അല്ല. മണ്ട രായാവും രായാവിന്റെ മണ്ടൻ പ്രജകളും ആഘോഷമാക്കുകയാണ് അറസ്റ്റ്. അയ്യോ, ബാക്കിയും കൂടെ കേൾക്കാം. നെക്സ്റ്റ്, അറസ്റ്റ് കമ്മിങ് സൂൺ. പൊട്ടനാണല്ലോടോ നീയൊക്കെ മണ്ടന്മാരെ. പിന്നെ രായാവിനെ പോലീസ് സ്റ്റേഷനിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചിരിച്ച് ചത്തു. ഉയ്യോ. അപ്പൊ ഇതായിരുന്നു കമ്മ്യൂണിറ്റി കേട്ടോ. പെട്ടെന്ന് അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി.
എന്തോ ആയാലും കൊള്ളാം. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അറിയാത്തോണ്ട് ചോദിക്കുകയാണ് ബ്രോ. നമ്മള് 1 രൂപ മോട്ടിച്ചാലും 1 കോടി രൂപ മോട്ടിച്ചാലും കള്ളനാവാതിരിക്കുവോ? ഇല്ലല്ലോ. 2 കൂട്ടരെയും കള്ളൻ എന്ന് തന്നെയല്ലേ നമ്മളൊക്കെ വിളിക്കുന്നത്, അല്ലേ? പിടിക്കപ്പെട്ട നമ്മൾ വിളിക്കുന്ന കള്ളൻ എന്ന് തന്നെയാ. അല്ലാതെ 1 രൂപ മോട്ടിച്ച കള്ളൻ ചെറിയ സെക്ഷനിൽ പോട്ടെ, 1 കോടി മുട്ടിച്ച കള്ളൻ വലിയ സെക്ഷനിൽ പോട്ടെ എന്നൊന്നും അല്ലല്ലോ. അതുപോലാണ് അറസ്റ്റ് ചെയ്ത അറസ്റ്റ് തന്നെയാണ് ബ്രോ. അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് തന്നെയാണ്. അപ്പോഴത് മനസ്സിലാക്കുക. നമുക്ക് ഏത് തെറ്റ് ചെയ്താലും തെറ്റിന് പോലീസായാലും ആരായാലും അതിനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് നിയമപരമായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത്. അത് ചെറുതെന്നോ വലുതെന്നോ ഒന്നും ഇല്ല. അപ്പോഴെന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി പ്രശ്നങ്ങളാണ് ഈ വോയിസ് ക്ലിപ്പ് വെച്ചുള്ള പ്രശ്നങ്ങൾ. ചില സമയങ്ങളിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ടിരിക്കുന്ന ആളുകൾ തമ്മിൽ നല്ല കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സംസാരിക്കും. അത് പിന്നീട് അവർ തമ്മിലൊന്ന് തെറ്റിപ്പിരിയൊന്ന് ഉടക്കുവോ, അതല്ലെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പിനിടയ്ക്ക് ആരെങ്കിലും കൊണ്ടൊന്ന് കുറച്ച് വിഷം കൊണ്ടൊന്ന് കലർത്തുകയൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ, ഈ വോയിസ് ഒക്കെ എടുത്തങ്ങ് പുറത്തിടുക, അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടങ്ങ് ആഘോഷമാക്കുക. ഇതൊക്കെ നമ്മൾ സർവ്വസാധാരണ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഇതൊക്കെ വലിയതായിട്ട് പ്രശ്നങ്ങളും വലിയ ഫ്യൂച്ചറിനെ വലുതായിട്ട് ബാധിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ഓരോരുത്തരുടെ ഇമേജിനെ നശിപ്പിക്കുക, അവരുടെ ജീവൻ തന്നെ നശിപ്പിക്കാൻ കഴിവുള്ളതാണ് ഇങ്ങനെയുള്ള വോയിസ് ക്ലിപ്പുകളൊക്കെ. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചെറിയ വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നത്. അപ്പൊ ഞാൻ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതിന് വരെ ബൈ.